എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട്. ഇതൊരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് അതിനെ പറ്റുന്ന ശബ്ദമാണ് എൻ്റെ തോന്നിയിട്ടാണ് എന്നെ കൊണ്ട് പാടിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എല്ലാവരും ജനസമക്ഷത്തു നിന്നും ജനങ്ങളെ സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു പ്രത്യേക രീതിയിലുള്ള പ്രമേയം, അതായത് ജെറിയാട്രിക് കെയർ. ഒരുപാട് പേര് അനാഥരാക്കപ്പെടുന്ന വയോധികരെ ഒന്നിച്ച് നോക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം. ആ സ്ഥാപനത്തെ അധികരിച്ചാണ് ഈ കഥ ചുരുളിന് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിനെ സ്പർശിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു ത്രില്ലർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് ഹൃദയസ്പൃക്കായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ഒരു നല്ല സിനിമ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആഫിയ എന്നാണ്. ആഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നിൽ എത്തിച്ചേർന്ന ഒരു ക്യാരക്ടറാണിത്. സോ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തെങ്കിലും ആൻസർ ചെയ്യാം. എനിവേ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്, പക്ഷേ ഒരു നല്ല സോഷ്യൽ കോസുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ മാർച്ച് 1 വേണ്ടി വെയിറ്റിംഗ് ആണ്, എസ്പെഷ്യലി വിത്ത് തിയേറ്റർ പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഐ ഹോപ്പ് ഞങ്ങൾ പടം ഇറങ്ങും ആൻഡ് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു ട്രാൻസ്ജെൻഡറിന്റെ കൂടെ ഒരു മൂവി വർക്ക് ചെയ്യുകയും അവരുമായിട്ട് നല്ലോണം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് പോലീസ് സേനയിൽ നിന്നൊക്കെ ഒത്തിരി യാതനകൾ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണെങ്കിലും പക്ഷെ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഒരു സ്വത്വത്തെ ബഹുമാനിക്കണം എന്ന് സാറ് പറയുമ്പോൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്? 100%. ഞാൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എൻ്റെ ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും, അല്ലെങ്കിൽ കലാകാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഈ ലിംഗഭേദമില്ലാതെ സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം വന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പോൾ കുറേ നേരം ഞാൻ സ്റ്റേജിലിരുന്ന് ഇവരുടെ പരിപാടി കണ്ടു, ഇവരെ കുറിച്ച് സംസാരിച്ച് പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ചെന്നപ്പോൾ കാണുന്നത് ശരി ഇവരെല്ലാവരും 2 ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ടോയ്ലറ്റ്. അവർക്ക് ആ വ്യത്യാസമില്ലാത്തവർ, അവർക്ക് ലിംഗഭേദ, അവർ പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ 2 ഇറങ്ങി തന്നു. സാർ ഏതിനു വേണ്ടി പോയിക്കോണം. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയാവും, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയുണ്ടായി. പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ധാരണ എന്താ വെച്ചാൽ മെയിൽ, ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ജെൻഡറാണ്. അങ്ങനെയല്ല. ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് 72 odd shades of transgenders. ഒരു ട്രാൻസ്ജെൻഡറുടെ ട്രോമ ആയിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ട്രോമ. ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിങ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറൊരാളുടെ. ദേ ഡോണ്ട് ബിലോങ് എന്നുള്ള ഫീലിംഗ് സമൂഹം നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി എൻസൈംസിൻ്റെയും മെന്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 72 തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുണീക്കായിരിക്കും. അപ്പം ഞാൻ മുമ്പ് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിട്ടുണ്ടെന്ന്. ശരിയാണ്. പക്ഷെ ഇതിന് വളരെ മുമ്പ് വരെ, തൊട്ടടുത്ത കാലം വരെ
തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ. അപ്പോ ഈ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടെന്ന് വെച്ചാൽ, കോയമ്പത്തൂരിലൊരു വ്യക്തിയെ വിളിച്ചു. ഞാനിപ്പോ ഇന്ന് അഞ്ജലിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഇപ്പൊ സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിലെ ഒരു നഗരത്തില് അദ്ദേഹത്തിന് 4 സഹോദരങ്ങളില് 4 സഹോദരങ്ങളും ഈ വ്യക്തിയെ കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജിത്ത് എന്നുള്ള പേരിൽ ജനിച്ച ഈ വ്യക്തി ഇപ്പം ആ സുജിത്ത് ഇല്ല ലോകത്ത്. ഈ അച്ഛൻ എഴുതി വെച്ച വില്ല് പ്രൊബേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിൽ സുജിത്ത് വരണം. ഈ സുജിത്തിനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം. സുജിത്ത് എന്നുള്ള അസ്തിത്വം ഇല്ല ഇപ്പം. ഈ പുതിയ അസ്തിത്വത്തിലുള്ള ഈ സ്ത്രീയെ ഈ വിൽപത്രത്തിൽ എഴുതി കാണുന്നില്ല. ഈ വില്ല് പ്രൊബേറ്റ് ചെയ്യാനോ ആ വിൽപത്ര പ്രകാരമുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അനുഭവിക്കാനോ ഈ 5 സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം ഈ വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അസ്തിത്വം ഇല്ല. അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മളിപ്പോൾ പോലീസ് പിടിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ? നമുക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട്. ആധാർ എവിടെ? ആധാർ കൊടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ആധാർ ഇല്ല, ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ അടുത്തറിഞ്ഞിട്ട് തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ജലിയെ പരിചയപ്പെടാനും ഈ സിനിമയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പൊ അഞ്ജലിയെ ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഐ എം ഗെറ്റിംഗ് ടു നോ ഹർ മോർ. അപ്പൊ അത് ഞാനിപ്പോൾ മനസ്സിലാക്കി വെച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് ഇനി അറിയാനുണ്ടാവും. അറിയുന്നതനുസരിച്ച് ഈ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ നിന്നല്ല, എല്ലായിടത്തും നിയമങ്ങളില്ല. പറഞ്ഞ മനസ്സിലെ ഇപ്പൊ നമ്മള് ഒരു വിചിത്രമായ ഒരു ഉത്തരവ് പണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയാ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് 5 വയസ്സ് വരെ ഇവർക്ക് ട്രോമയേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അവർ കുഞ്ഞുങ്ങളാണ്. അവർ സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ വലിയ മാറ്റം വരുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തില്. ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ നമ്മുടെ മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. മാഡം അവിടെ ഇവരുടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ഒരുപാട് പേരെ അവിടെ കാണാം. ഇങ്ങനെയുള്ളവർ ഒന്നിച്ച് ജീവിച്ചാൽ ഇവര് കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അസാൻമാർഗികളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിവക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ്. ഞാൻ അത്ര കുഴപ്പക്കാരനല്ല. പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അത് എന്താ പറയാ, അതിന് ഉപോത്ബലകമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് എന്റെ സത്യം. അമ്മ ആക്ച്വലി തെലുങ്ക് മൂവി ആയിരുന്നു. തമിഴ് ബൈലിംഗലാണ്. 3 ലാംഗ്വേജസിൽ ഉണ്ടായിരുന്നു. 3 or 4 ലാംഗ്വേജസിൽ. ഒരുപാട് പ്രേക്ഷകരുണ്ട് അഞ്ജലിയുടെ ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും? നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്, അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്? എനിക്ക് തോന്നുന്നു ഞാൻ പേരമ്പിന് ശേഷമാണ് 14ാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥ 4 മൂവി ചെയ്തിരുന്നു. സോ OTT-ലും അല്ലാതെയും ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ശരത്തും ഞാനും ചെയ്തതായിരുന്നു ബർണാഡ്. ഇപ്പൊ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവര് വിരളമാണ്. ബിക്കോസ് അത് തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പൊ സുയലിന്റെ വെട്രിക്സ് എന്ന് പറഞ്ഞതിന്റെ സെക്കൻഡ് സീസണിൽ ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
പിന്നെ TS സുരേഷ് ബാബു സാറിന്റെ DNA എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയാ അതർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചും കൂടെ മലയാളം ചെയ്യണം എന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തില്. ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് കൺവേ ആയില്ല ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തില് ഒരു ഇപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കർ ആയിട്ടോ ഒക്കെ ഒരു ട്രാൻസ് പേഴ്സണെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്ററിന്റെ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെ കുറിച്ച് കാലവശമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി, ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നും കൂടെ എന്താ പറയാ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റും അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല് അവര് ഇപ്പൊ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്. പക്ഷെ അവരെ റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് അഭിനയിച്ച അതായത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ്. വളരെയധികം സന്തോഷം. തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നുമല്ല, അതുകൊണ്ടിട്ട് 1-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇത്രയും നേരം അതിന്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിട്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ. അതുകൊണ്ട് 2024 4 പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സാറിനും എല്ലാം ഒരു വിജയ ആശംസ നേരുകയാണ്. താങ്ക് യു. ഞാൻ ഇത് പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്ത പോലെ തന്നെ ലിസ്റ്റുമായിട്ട് പറഞ്ഞിരുന്നു പുതിയൊരു